परमेश्वर के हर एक कार्यों के विरोध में शैतान की एक योजना है। ദൈവം മനുഷ്യനെ നിത്യതയോളം വാഴുവാനാണ് ആക്കിയത്. अदन के बगीचे में परमेश्वर ने इंसान को सनातन काल तक रहने के लिए बनाया, എന്നാൽ ദുഷ്ടപിശാച് മനുഷ്യനെ നിത്യതയ്ക്ക് കത്തിവെച്ചു. परंतु दुष्ट शैतान ने उसके ऊपर आकर अपनी छुरी को रखा। അവിടെ കൊണ്ട് തീർന്നെന്നാ സാത്താൻ വിചാരിച്ചത്. शैतान ने सोचा वहां पर सब कुछ खत्म हो गया, പക്ഷേ അവിടെ അവസാനിച്ചില്ല. परंतु वहां पर अब समाप्त नहीं हुआ। ഉലകസ്ഥാപനത്തിന് മുന്നമേ വേർതിരിച്ചു നിർത്തിയ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ക്രൂശിലെ ബലിമരണത്താൽ നമ്മുടെ നിത്യത പുനഃസ്ഥാപിച്ചത് ഓർത്ത് നാം ദൈവത്തെ ആരാധിക്കണം. दुनिया की स्थापना से पहले उस मेमने के क्रूसीकरण के द्वारा दुनिया की शुरुआत से पहले परमेश्वर ने उन बातों को पुनर्स्थापित किया। പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായിരുന്ന മോശയെ, पुराने नियम के मध्यस्थकर्ता मूसा, അവരുടെ ജനനത്തിങ്കൽ തന്നെ ഇല്ലാതാക്കുവാൻ സാത്താൻ തന്ത്രങ്ങൾ മെനഞ്ഞു. उसके जन्म से ही शैतान ने उसने नाश करने की कोशिश की। എന്നാൽ ഏതൊരു രാജാവിന്റെ കൽപ്പനയാലാണ് ഇസ്രായേലിന്റെ ആൺസന്തതികളെ നശിപ്പിക്കുവാൻ അവർ ഇറങ്ങി പുറപ്പെട്ടത്? ആ മഹാരാജാവിന്റെ കൊട്ടാരത്തിനകത്ത് തന്റെ വിശുദ്ധ സന്തതിയെ അവൻ വളർത്തി. जिस राजा के महल से हुक्म निकला कि इस्राएल में लड़कों को खत्म करना है, उसी राजा के महल में मूसा का पालन पोषण हुआ। എന്നെ ആരാധിക്കുവാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്നുള്ള ദൈവശബ്ദത്തിന്റെ മുൻപിൽ ജനത്തെ തടയുന്ന ഫറവോമാരെ, ജനത്തെ തടയുന്ന ദുഷ്ടപിശാചേ, നിന്റെ കൊട്ടാരത്തിനകത്ത് നിന്ന് നിനക്കെതിരെ ശബ്ദം ഉയർത്തുവാൻ ദൈവം വിശുദ്ധ സന്തതിയെ എഴുന്നേൽപ്പിക്കും. ओ फिरौन के उस बात के विरोध में वो अपनी प्रजा को, इस्राएल को जाने नहीं दिया। परमेश्वर ने बोला मेरी प्रजा को जाने दे। परमेश्वर के प्रजा के विरोध में खड़े होने वाले दुष्ट शैतान तू कुछ भी नहीं कर सकता। പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, नया नियम का मध्यस्थ करता हमारा प्रभु यीशु मसीह, അവരുടെ ജനനത്തിങ്കൽ തന്നെ അവരെ ഇല്ലാതാക്കുവാൻ സാത്താൻ തന്ത്രങ്ങൾ മെനഞ്ഞു. उसके जन्म से ही नाश करने के लिए शैतान ने बहुत सारी योजना बनाई। പ്രവാചകൻ വിളിച്ചു പറയുന്നു, റാമയിൽ നിന്ന് ഞാനൊരു ശബ്ദം കേൾക്കുന്നു, റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു, മക്കളില്ലായാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സായില്ല. परमेश्वर का नबी इस प्रकार कहता है, रामा से एक बहुत बड़ी करुणा नाद को मैं सुन रहा हूँ। राहेल अपने संतानों के लिए रो रही है क्योंकि वो जाते रहे। ഹെരോദാ രാജാവിന്റെ കൽപ്പന പ്രകാരം 2 വയസ്സും അതിന് താഴെയുമുള്ള മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ അവിടെ കൽപ്പന പുറപ്പെടുവിച്ചു. हेरोदेस राजा के आज्ञा के अनुसार 2 साल और उससे कम उम्र के सारे लड़कों को मार देने की आज्ञा निकली। എന്നാൽ ആ കൽപ്പനയ്ക്കപ്പുറത്തായി ദൈവം തന്റെ ഏകജാതനായ മകനെ സൂക്ഷിച്ചു എന്നതോർത്ത് നാം ദൈവത്തിന് മഹത്വം കൊടുക്കണം. परंतु इस फरमान के बदले में भी परमेश्वर ने अपने एकलौते पुत्र को संभाल के रखा। इस बात को हम कभी भी ना भूले। കർത്താവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ, മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു വാചകമുണ്ട്. प्रभु यीशु मसीह के मध्यस्थता वाली प्रार्थना, महायाजकीय प्रार्थना इस प्रकार से है, പിതാവേ, ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു, पिता मैं तेरे पास आता हूँ। ഇവരോ ലോകത്തിലിരിക്കുന്നു, ये तो अब दुनिया में है, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കേണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിലകപ്പെടാതെ വണ്ണം ഇവരെ കാത്തുകൊള്ളണമേ. इन्हें दुनिया से तू उठा ले, ये मेरी प्रार्थना नहीं, परंतु दुष्ट के हाथ से तू बचा के रख, ये मेरी दुआ है। പ്രതികൂലം ഉണ്ടാകുമ്പോൾ അവൻ നമ്മെ മാറ്റി പാർപ്പിക്കുകയല്ല ചെയ്യുന്നത്, സങ്കേത നഗരത്തിലേക്ക് അയച്ച് സൂക്ഷിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ദുഷ്ടന്റെ നടുവിൽ, ദുഷ്ടന്മാരുടെ നടുവിൽ, ഘോരമൃഗങ്ങളുടെ നടുവിൽ ഒരു കേടുപോലും തട്ടാതെ നമ്മെ സൂക്ഷിക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. के समय वो हमें किसी शहर में ले जाकर छिपाता नहीं, परंतु दुष्टों के बीच में, दुष्ट पशुओं के बीच में वो आपको बिना और मुझे बिना किसी हानि के सुरक्षित रखता। യേശുവിനെ പരീക്ഷിച്ച്
പരാജയപ്പെടുത്തുവാൻ സാത്താൻ തന്ത്രങ്ങൾ മെനഞ്ഞു. शैतान ने बहुत सारी योजना बनाई यीशु मसीह को किसी भी तरह से पराजित करने അവിടെ के लिए। പരീക്ഷിക്കാൻ വന്നവൻ തന്നെ പരാജയപ്പെട്ട് പിൻവാങ്ങി. वहां पर जो व्यक्ति यीशु मसीह को हराने के लिए आया वो खुद हार कर पीछे हट गया। മൂന്ന് യേശുവിന്റെ ക്രൂശീകരണത്തെ തടയുവാൻ അവൻ പദ്ധതികൾ തയ്യാറാക്കി. क्योंकि पहली बात यीशु मसीह के क्रूसीकरण को रोकने की उसने योजना बनाई। തന്റെ ശിഷ്യനായ പത്രോസിലൂടെ യേശുവിനോട് സംസാരിച്ചു. अपने शिष्य पतरस के द्वारा उसने यीशु से बातें की। അവിടെ യേശു ആധികാരികമായി പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടു പോകുക, നീ എനിക്ക് ഇടർച്ചയാകുന്നു. शैतान यहाँ पर जो बात लेकर आया यीशु मसीह वहां पर पतरस को डांटते हैं, हे शैतान तू यहाँ से दूर हो जा क्योंकि तू मेरे योजना में बाधा डालता है। കാൽവരി ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ തലയിൽ മുൾക്കിരീടം ചൂടി മുഖം വിരൂപമാക്കപ്പെട്ടവനായി, പുറം മുഴുവൻ ഉടമജാതികൾ പോലെ അടിച്ചു കീറപ്പെട്ടവനായി, വീടാപ്പുറം കുന്തം കൊണ്ട് കുത്തി പിളർക്കപ്പെട്ട് ചങ്കിലെ അവസാന തുള്ളി രക്തം വരെ മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഊറ്റിക്കൊടുത്ത മസീഹാ. यीशु मसीह एक ऐसा शख्स है जिसके शरीर को फाड़ दिया गया, उससे बदसूरत बनाया गया, उसके शरीर से लहू बहा, पर उसके पीछे का कारण यह है मानव जाति को बचाने के लिए, उनको छुड़ाने के लिए प्रभु यीशु मसीह ने वो मूल्य चुकाया।